നീ ഇത്രേ കഴിക്കുന്നുള്ളൂ? വയസ്സാവും തോറും നമ്മുടെ മൈലേജ് കൂടും. കുറച്ച് ഫുഡ് മതി. എനിക്കിപ്പോഴും മൈലേജ് കുറവാ. നീ ആ കട്ട്ലേറ്റിങ് എടുത്തേ. ആ പോട്ടെ. ഷീലാൻറ്റി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. നീ അമ്മയുടെ മോള് തന്നെ. അന്ന് ഫുൾ ടീം വന്നല്ലേ? പണ്ടത്തെ പോലെ ഒരുമിച്ച് എല്ലാവരും താഴെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ എല്ലാരും വെള്ളടിച്ച് ഫിറ്റായിട്ട. പെണ്ണുങ്ങളടക്കം ഒരു വെളിവില്ലായിരുന്നു. അച്ചാറല്ലേ? മതി മതി മതി, ഞാൻ എടുക്കാം. ഇവക്കിപ്പോഴും തിരുവല്ല പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? എറണാകുളത്ത് പോകുമ്പോ അവിടുത്തെ ടീച്ചറിനെ കാണും. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയല്ലേ? എന്നെ വിളിക്കാറുണ്ട്. മേലെ വേറെ വാടകക്കാർ വന്നു. എന്നാലും ഇടയ്ക്ക് എന്നോട് നിൽക്കാൻ പറയും. വീട് വലുതായോണ്ടേ ഒറ്റപ്പെടൽ കൂടുതലാവും. ശരിയാ. എന്റെ വീട്ടിലും ഡാഡി കിടക്കുന്ന ഏറ്റവും ചെറിയ മുറിയില്ല. അങ്കിൾ വേണോ? വേണ്ട വേണ്ട, ഇനിയൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ എടി, നിന്നോട് അടുത്ത വട്ടം അമ്മയും കൂട്ടിക്കൊണ്ട് തിരുവല്ലയ്ക്ക് ചെല്ലണമെന്ന് അമ്മാമ്മ പറഞ്ഞിരിക്കുക. എനിക്കില്ലാത്ത സെന്റിമെന്റ്സ് കാണിക്കാൻ ലക്ഷം പാടാം. അമ്മ തന്നെ ഇപ്പൊ ഫുൾ ഇൻ ആയിട്ടില്ലല്ലോ. ബാക്കിയുള്ളവർ പോയി കഴിഞ്ഞിട്ടല്ലേ എവിടുന്ന് ഒരാളുടെ വണ്ടി സ്റ്റാർട്ടാവും. അതിന് ഇവള് സ്മാർട്ടല്ലേ? ഷീലാൻറ്റി ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും പോണ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ഭയങ്കര സങ്കടാന്നാ. ആ സെയിം ആള് ഇപ്പൊ എന്നോട് ചോദിക്കുക, നീയൊക്കെ എപ്പോഴാടാ പോണേന്ന്. അത് കഴിഞ്ഞാ ഇവളങ്ങോട്ട് ചെല്ലുമല്ലോ. അത് ഞങ്ങളുടെ ഫേവറേറ്റ് ടൈമാ. ജസ്റ്റ് ഞങ്ങൾ അമ്മയും മോളും. ഇതോടെ കൊണ്ടുവെക്കും. നിന്റെ അമ്മ എന്ത് പാവല്ലേ. 10 പഠിക്കുമ്പോൾ ഒരു ലൈൻ, പിന്നെ പ്രീ ഡിഗ്രി, ഡിഗ്രി, PG, ഒളിച്ചോട്ടം, കല്യാണം, ഡൈവോഴ്സ്. നിന്നെയൊക്കെ എന്തിനെ കൊള്ളാവിടെ? എന്തുവാ? ഒന്നുമല്ലേ, വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് ചെറുതാക്കാൻ പറഞ്ഞതാ.